ഇടുക്കി നടുമറ്റത്ത് പട്ടാപ്പകൽ വീട്ടിൽ കയറി വയോധികയെ കെട്ടിയിട്ട് പണവും സ്വർണവും കവർന്ന കേസിലെ 2 പ്രതികളെ കൂടി രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കൊച്ചുമകൻ സൈബു തങ്കച്ചനും പെൺസുഹൃത്ത് അനില ജോസുമാണ് പിടിയിലായത്. കേസിൽ പ്രതിയായ മറ്റൊരു സ്ത്രീയെ കോട്ടയത്ത് നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 16-നാണ് നടുമറ്റം പാലാക്കുന്നിൽ ടോമിയുടെ വീട്ടിൽ കവർച്ച നടന്നത്. രാവിലെ 9:30 സംഭവം. ടോമിയുടെ മാതാവ് 80-കാരിയായ മറിയക്കുട്ടി മാത്രമായിരുന്നു ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. 2 സ്ത്രീകൾ ഉൾപ്പെടുന്ന 3-അംഗ സംഘമാണ് വീട്ടിലെത്തിയത്. വീട്ടിൽ അതിക്രമിച്ചു കയറിയ സംഘം മറിയക്കുട്ടിയെ തുണിയുപയോഗിച്ച് ഊണുമേശയിൽ കെട്ടിയിടുകയായിരുന്നു. തുടർന്ന് മറിയക്കുട്ടിയുടെ വിരലിലുണ്ടായിരുന്ന 8 ഗ്രാം തൂക്കം വരുന്ന 3 മോതിരങ്ങൾ ഊരിയെടുക്കുകയും അലമാര തുറന്ന് അതിലുണ്ടായിരുന്ന 3000 രൂപയും കവരുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ കെട്ടഴിച്ച് പുറത്തേക്കോടിയ മറിയക്കുട്ടി ഒച്ചവെച്ച് ആളെ കൂട്ടുകയായിരുന്നു. അടുത്ത പറമ്പിൽ തടിപ്പണി ചെയ്തിരുന്നവർ എത്തിയപ്പോഴേക്കും തസ്കരന്മാർ ഓടി രക്ഷപ്പെട്ടിരുന്നു. തുടർന്ന് രാജാക്കാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോട്ടയം മണ്ണാർക്കാട്ടുള്ള വാടക വീട്ടിൽ നിന്ന് സോണിയ എന്ന് വിളിക്കുന്ന സരോജയെ പോലീസ് പിടികൂടുകയായിരുന്നു. സരോജയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മോഷണത്തിന്റെ മുഖ്യ സൂത്രധാരൻ മറിയക്കുട്ടിയുടെ മകളുടെ മകനിലേക്ക് അന്വേഷണം എത്തുന്നത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കൊച്ചുമകനായ പന്നിയാർകുട്ടി കൊല്ലപ്പിള്ളിയിൽ സൈബു തങ്കച്ചനും കാഞ്ഞിരപ്പള്ളി സ്വദേശിയായ പെൺസുഹൃത്തും പോലീസ് പിടിയിലാകുകയായിരുന്നു. പാലക്കാട് നിന്നുമാണ് ഇരുവരെയും പോലീസ് പിടികൂടിയത്. ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്നും പോലീസ് പറഞ്ഞു. കൊച്ചുമകനാണ് ഇതിന് പിന്നിലെന്നറിഞ്ഞത് മാനസികമായി വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയതായി മറിയക്കുട്ടി പറഞ്ഞു. ഭയങ്കര വിഷമമായി പോയി. കിടന്നിട്ട് ഉറക്കം പോലും വന്നില്ല ഇന്നലെ. എറണാകുളത്ത് ദൂരെയുള്ള ആൾക്കാരെ കൊണ്ട് നമ്മെ കൊല്ലാൻ വിട്ടപ്പോൾ എന്നാ ചെയ്യുന്നു മാനെ. വീട്ടിൽ ശവം കാണുമെന്ന് അറിഞ്ഞ് 2-3 ദിവസം അരിവായും കഴുത്താൽ കൊണ്ട് വെച്ചു. അമ്മ തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിടിച്ച് കിട്ടിയിട്ടേച്ചു. ഇതെല്ലാം അമ്മയ്ക്ക് പ്രതീക്ഷയില്ല ഇങ്ങനെയൊരു സംഭവം ഉണ്ടാവുമെന്ന്. സഹോദരി പുത്രൻ എന്ന പരിഗണന അർഹിക്കുന്നില്ല. പരമാവധി ശിക്ഷ ലഭിക്കണമെന്നും ടോമി പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ കാരണമായിട്ട് ഈ 1 മാസം മുമ്പോടെ അവനുമായിട്ട് നമ്മളിപ്പോൾ ബന്ധപ്പെട്ട അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കേണ്ട കാര്യമുള്ളൂ. അത്യാവശ്യം എല്ലാവർക്കും നല്ല നിലയിൽ ജീവിക്കുന്നവരാ. ഈ സൈസ് പണി കാണിക്കേണ്ട കാര്യമില്ല. ഇവനെയും അവിടെ എല്ലാവരും നാട്ടിൽ നിന്ന് വന്നവരായതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. അതിനകത്തൊരു വിട്ടുവീഴ്ചയൊന്നുമില്ല ഒരിക്കലും. കാരണം അവന് ശിക്ഷ തന്നെ കിട്ടണം. നീ ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ മകനാണ് ഇപ്പോഴും ശിക്ഷിക്കണം. കാരണം അതിലല്ല പിന്നെ ഇവിടെ ആൾക്കാർക്ക് കിടക്കണ്ടേ. അങ്ങനെ ന്യായീകരിച്ച് നമ്മളെ വെറുതെ വിട്ട് ശരിയാകത്തില്ല. കാരണം അവൻ ആ രീതിയിൽ അമ്മച്ചിനെ പിടിച്ച് കെട്ടിയിടുകയും ചിലപ്പോൾ ഈ നല്ല കൊലപാതകം നടത്തി എന്ത് ചെയ്യും. പ്രതികളെ അടിമാലി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.